എന്താണ് ഇങ്ങനെ സൺഗ്ലാസ് ഒക്കെ വെക്കാൻ കാരണം? ഏത് പാട്ടാ പാടുന്നേ? മഞ്ചാടിക്കിളി മൈന മൈലാഞ്ചിക്കിളി മൈന. അതിനെന്തിനാ ഈ സൺഗ്ലാസ്? അത് ഞാൻ പാട്ടിന് വെച്ചതാ. ഒരു സ്റ്റൈല. ഓ ചേഞ്ച്. അതെ, ഡിഫറെന്റ് ലുക്ക് അല്ലേ? പക്ഷെ നല്ല രസമുണ്ട് കേട്ടാ. അതെ. ഡീറ്റെയിൽസ് ഒക്കെ എന്താ അതിന്റെ? സിനിമ കാട്ടു തുളസി. പാടിയത് ദാസങ്കളും ജിക്കി മാമും. എഴുതിയത് എഴുതിയതാരാണ്? ചോദിച്ചു ആരാണ്? പാട്ടിൽ കൂടെ ചോദിച്ചത്. പാട്ടല്ല പാടി ചോയ്ക്ക്. എന്താ ലിറിക്സ് ആരാ എഴുതിയത്? അതല്ലേ ചോദിച്ചു. മറന്നു മ്യൂസിക് MS ബാബുരാജ് സാർ. ഗുഡ്. ഇനി വർഷം 1965. വെരി ഗുഡ്. ഈ മൈന എന്ന് പറയുമ്പോഴേ പണ്ടൊക്കെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഈ ഒറ്റ മൈന കണ്ടാൽ നമുക്ക് ഇന്ന് മുഴുവൻ ദുഃഖമാണ്. തിരിച്ചു കയറി 2 മൈന കൂട്ടായിട്ട് വന്നിരിക്കുമ്പോഴേ നമ്മൾ അതിലൊന്നും ഒരു കാര്യമില്ലെന്നേ. ഞാൻ എന്തോരം പ്രാവശ്യം ഇങ്ങനെ ഉള്ളിൽ കയറി തിരിച്ചു വന്നിട്ടുണ്ട്. മൈന എന്താന്ന് അറിയത്തില്ലാത്തോണ്ട് നന്നായി, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലായിരുന്നു. മൈന കുരുവി എല്ലാം എനിക്ക് ഒരേപോലെ ഇരിക്കുന്നു. എങ്ങനെ ഇത്ര ലോകം കണ്ട എനിക്ക് മൈനെ കണ്ട മൈന ഒരു കാര്യം പക്ഷേ തത്തേക്കാള് നന്നായിട്ട് വർത്താനം പറയുന്ന ആളാണ്. പാട്ടും പാടും. നിങ്ങളൊന്നും കേട്ടിട്ടില്ലേ? ദൈവമേ, നിങ്ങൾ എന്തോരം റീൽസ് ഉണ്ട്. വെറുതെ അല്ലല്ലേ ഈ പാട്ട്? ബുൾ 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 മൈനേ ബുൾബുൾ ബുൾബുൾ മൈനേ. വെറുതെ ഇല്ല. മഞ്ചാടിക്കിളി മൈനയിലേക്ക് പോവാം നമുക്ക്. മഞ്ചാടിക്കിളി മൈന പാടും. കണ്ണാടി ഊരിട്ടാണ് പാടുന്നേ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. മൈന മൈന മഞ്ചാടിക്കിളി മൈന മൈലാഞ്ചിക്കിളി മൈന മൈന വേണോ മൈന 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 മഞ്ചാടിക്കിളി മൈന. പാട്ട് പാടാനറിയാം, മയിലാട്ടമാടാനറിയാം. പാട്ട് പാടാനറിയാം, മയിലാട്ടമാടാനറിയാം. പനയോലക്കൂട്ടിലിരുന്നു വിരുന്നു വിളിക്കാനറിയാം. പനയോലക്കൂട്ടിലിരുന്നു വിരുന്നു വിളിക്കാനറിയാം. വിരുന്നു വിളിക്കാനറിയാം. മഞ്ചാടിക്കിളി മൈന മൈലാഞ്ചിക്കിളി മൈന. വല വീശി കിട്ടിയതല്ല, മലവേടൻ മുത്തിയതല്ല. വല വീശി കിട്ടിയതല്ല, മലവേടൻ മുത്തിയതല്ല. വനദേവത പെറ്റു വളർത്തിയ നീല പൈങ്കിളിയാണ്. വനദേവത പെറ്റു വളർത്തിയ നീല പൈങ്കിളിയാണ്. നീല പൈങ്കിളിയാണ്. മഞ്ചാടിക്കിളി മൈന മൈലാഞ്ചിക്കിളി മൈന. പൂവമ്പനു വഴിയറിയാത്തൊരു പൊന്നിലഞ്ഞിക്കാട്ടിനുള്ളിൽ. പൂവമ്പനു വഴിയറിയാത്തൊരു പൊന്നിലഞ്ഞിക്കാട്ടിനുള്ളിൽ. പനനൊമ്പും തിന്നു വളർന്നൊരു നാടൻ പൈങ്കിളിയാണ്. പനനൊമ്പും തിന്നു വളർന്നൊരു നാടൻ പൈങ്കിളിയാണ്. നാടൻ പൈങ്കിളിയാണ്. മഞ്ചാടിക്കിളി മൈന മൈലാഞ്ചിക്കിളി മൈന മൈന വേണോ മൈന 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 മഞ്ചാടിക്കിളി മൈന. വെരി ഗുഡ്.
കാലക്കിട്ടാ. താങ്ക് യു. സൂപ്പർ ആയിരുന്നു. അതെ, നന്നായിരുന്നു രണ്ടുപേരും. കാലക്കി. വെരി ഗുഡ്, വെരി ഗുഡ്. ഹേയ് തപസിക്കുട്ടി. തപസിക്കുട്ടി. ഹേയ് ടാപ്സിക്കുട്ടി. ഡബ്സിയാ? അല്ല, ടാപ്സി. ടാപ്സി. ഹേയ് ടാപ്സിക്കുട്ടി. ചാപ്സിക്കുട്ടി ഇത്തിരി വില്ലത്തിയായി കേട്ടോ. അതെ, അതെ, അതെ. നമ്മള് ഭയങ്കര പണ്ട് ഈ ഇങ്ങനെ കണ്ണടയൊക്കെ വെച്ചപ്പോ. എത്ര ചോദിച്ചാലും ഒരു അക്ഷരം പറയലായിരുന്നു. ഇപ്പൊ അതെ 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 അതെ. നേരത്തെ ഞാൻ ടപ്സി എന്ന് വിളിക്കുമ്പോ ഞാൻ ടപ്സി അല്ല തപസിയാണെന്ന് പറയും. ഇപ്പൊ കണ്ണടയൊക്കെ വെച്ചപ്പോ ഐ ആം ടപ്സി. അല്ല, ഈ പാട്ട് പാടി കഴിഞ്ഞിട്ട് ഉടനെ കണ്ണട വെച്ചാ എന്താ? പുറത്തുനിന്ന് കാണുമ്പോ ഒരു രസം. സംഗതിയൊക്കെ പാടുമ്പോ കണ്ണട തെറിച്ചു പോകുന്നു. അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചത്. കയ്യൊക്കെ കണ്ടില്ലേ അങ്ങ് തെറിച്ചു പോകാൻ പോയി. ആ മുടിയൊക്കെ കിടന്ന് ആടണ്ടായിരുന്നു. എന്തായാലും പാട്ട് മിടുക്കിയായിട്ട് പാടിയിട്ടാ. അടിപൊളിയാ. നന്നായിരുന്നു. നല്ല ത്രോ ഉണ്ട് വോയിസിന്, നല്ല പവർ. അതെ, ത്രോ ഉണ്ട്, ത്രോ. യെസ്. എന്താ കഴിച്ച് ഇത്ര സ്ട്രോങ് ആവാൻ? മസാല ദോശ, പുട്ട്. ഇടിയപ്പം. ആ വെറുതെ സംഗതിയൊക്കെ ഇടിയപ്പം പോലെ വന്നത്. ആ പാടിത് കലക്കി. താങ്ക് യു. ബിന്നി മാമേ. ബിന്നി മാമിന്നോ? ബിന്നി മാമിന്നല്ല. വിന്നി മാം എന്ന് പറഞ്ഞതാ. ഓക്കെ ഓക്കെ. എന്താടാ, എന്താ പറയൂ. മോളില്ലേ? ആ മോളുണ്ട് ശിവാംഗി. മോളെ വർത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ആണോ? പറയാട്ടാ. ചേച്ചിക്കൊരു എന്റെ ഒരു ഉമ്മ കൊടുക്കണേ. അയ്യോ, അതിനെന്താ, നമ്മള് ഇന്റർവ്യൂലാകുമ്പോ ചേച്ചിയെ വിളിച്ചു തരാം കേട്ടോ. നേരിട്ട് കൊടുത്തോളൂ ഉമ്മ. മോള് മാത്രോ? മോളും അമ്മയും കൂടെ എന്തൊരു കസറത്താ. അതെ അതെ. അമ്മ എന്താ കുറവാണോ? ആ ഇന്റർവ്യൂവിന് കൊടുക്കണം. ഈ അമ്മയെ കണ്ടല്ലേ മോളെല്ലാം പഠിക്കണേ. ഇന്നില്ലേ റിമി ആന്റി? എന്താടാ? എന്റെ പ്രേഷ് പാപ്പനുണ്ട്. കൃഷ് പാപ്പൻ. പ്രേഷ് പാപ്പൻ. പ്രേഷ് പാപ്പൻ. അതാരാ അത്? ആ, അത് എന്റെ പാപ്പൻ. 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 ഓക്കെ. ഒരു അന്വേഷണം പറയാൻ പറഞ്ഞിരുന്നു. ആരോട്? റിമി ആന്റിയോടാ? ഹലോ, അത് എനിക്കുള്ള. ഹലോ. ആ പാപ്പൻ എത്ര വയസ്സായി? എനിക്ക് ഞാൻ തിരിച്ചൊരു വലിയ അന്വേഷണവും ലോട്ട്സ് ആൻഡ് ലവ് ആൻഡ് പ്രേയേഴ്സ് എന്ന് പറയണം. എന്തൊരു ആക്സെന്റ് പറയുമ്പോ. എനിക്ക് ചക്കര കൂടുതലൊന്നും പറയില്ല. ഇതിന്റെ നമ്മൾ ഇനി എന്തോന്ന് പറയാൻ? ദാസാറും ജിക്കി ചേച്ചിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ആര് പാടുന്നു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം നമുക്ക് എല്ലാരും അന്വേഷിക്കുമ്പോൾ ഒരൊറ്റ ഉത്തരത്തിൽ വന്ന് നമ്മൾ നിൽക്കുന്നു. അതാണ് നമ്മുടെ തപസിക്കുട്ടി. പിന്നെ ഒരു കേട്ടിരിക്കാനുണ്ട്. പ്രേഷ് പാപ്പന്റെ ഭാര്യയുടെ വയറ്റില് കുഞ്ഞാവി. ഇച്ചിരി സന്തോഷത്തിലായിരുന്നു ഞാൻ. എല്ലാം തകർന്നു റിമി. ഞാനൊരു പ്രേഷ് പാപ്പന് ചിലപ്പോ എന്നോട് ഭയങ്കര സ്നേഹമായിരിക്കും. അപ്പൊ പ്രേഷ് പാപ്പന് വയസ്സൊരു 27-28 ഉള്ളു കേട്ടോ റിമി. ചെറിയ പയ്യനാണ് ഈ പ്രേഷ് എന്ന് പറഞ്ഞത്. അതിനിപ്പോ എനിക്ക് കുഞ്ഞാവക്കൊരു ഹായ് കൊടുക്കണം. കുഞ്ഞാവ് വയറ്റിലല്ലേ? വരട്ടെ. വയറ്റിലിരിക്കുന്ന ആ കുഞ്ഞു മാവയ്ക്ക് അതെയാ? തപസിക്കുട്ടി സൂപ്പർ ആയിരുന്നു കേട്ടോ. ഓ, Thank you. എനിക്ക് ആ സ്റ്റൈൽ അങ്ങ് ഇഷ്ടപ്പെട്ടു. പാടാൻ നേരത്തെ കണ്ണാടി, സാധാരണ എല്ലാരും പാടാൻ നേരത്തെ കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ മൈനയുടെ സംഗതിയൊക്കെ എന്തായിരുന്നു പോയ പോക്ക്. ഓക്കെടാ ചക്കര, ഓൾ ദി ബെസ്റ്റ്. Thank you. Add your little angel golden star Pukuti.